എല്ലാവർക്കും പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വേദയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുവാണ്, നിന്നെപ്പോലെ ബോൾഡായ ഒരു പെൺകുട്ടി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ടതാണോ വേണ്ടത്? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ വേദയോട് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വേദ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് പരാതിയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, ആ രീതിയിലൊക്കെയാണ് വേദ സംസാരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ കമലാമ്മ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പത്മം എത്തിയിട്ടുണ്ട്. ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് വേദയും വിക്രവും വിവാഹം കഴിച്ചത്. അതേ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് പറയുവാണ്, എങ്ങനെയെങ്കിലും വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ മകളെ എനിക്ക് അടർത്തി മാറ്റി തരണം എന്ന് കമലാമ്മയോട് പറയുന്നുണ്ട് പത്മം. കമലാമ്മ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കമലാമ്മയോട് വാക്കു വാങ്ങിയിട്ടാണ് പത്മം അവിടെ നിന്നും പോകുന്നത്. അമ്പലത്തിൽ നിന്നും വന്ന കമലാമ്മ വിക്രമിനോടും വേദയോടും ഒക്കെ അടവുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും വേദയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ വേദ നന്ദിനിയോട് പറയുന്നുണ്ട്, ഇനി ഈ ജന്മത്തിൽ എന്നെയും വിക്രമിനെയും തമ്മിൽ പിരിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ലെന്ന്. അമ്പലത്തിൽ നിന്നും വന്നതിന് ശേഷം കമലാമ്മ പറയുവാണ് വേദയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് വല്ലാണ്ട് വിഷമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.